ലോക അവസാനത്തിൻ്റെ അടയാളങ്ങൾ പ്രകൃതിയിൽ മാറ്റമല്ല പ്രകടമാവുക. ഇന്ന് ജീവിക്കുന്ന മനുഷ്യരിലും അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരിലുമുള്ള വ്യത്യാസങ്ങളിലേക്ക് ശ്രദ്ധിച്ചാലും അത് വ്യക്തമായി കാണാം. അന്ന് ഒറ്റമുറിയുള്ള വീട്ടിൽ 5-10 പേർ താമസിക്കുന്നു. ഇന്ന് 5-10 മുറിയുള്ള വീട്ടിൽ 2 പേർ താമസിക്കുന്നു. അന്ന് 1000 പേരെ സഹായിച്ചവനെ ആരും അറിയാതെ പോകുന്നു. ഇന്ന് ഒരു വ്യക്തിയെ സഹായിച്ചവനെ 10,000 പേരറിയുന്നു. അന്ന് അരച്ചാൺ വയറിനു വേണ്ടി നാം കിലോമീറ്ററുകളോളം പോയി ജോലി ചെയ്യുന്നു. ഇന്ന് അരച്ചാൺ വയറ് കുറക്കാൻ കിലോമീറ്ററുകളോളം നാം നടക്കുന്നു. അന്ന് ജീവിക്കാനായി നാം ഭക്ഷണം കഴിക്കുന്നു. ഇന്ന് ഭക്ഷണം കഴിക്കാനായി മനുഷ്യ സമൂഹം ജീവിക്കുന്നു. അന്ന് നാം വീട്ടിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തുപോയി കാര്യം സാധിക്കുന്നു. ഇന്ന് പുറത്തുപോയി ഭക്ഷണം കഴിച്ച് വീടിനകത്ത് വന്നിരുന്ന് കാര്യം സാധിക്കുന്നു. അന്ന് മാനം മറക്കാനായി നാം വസ്ത്രം ധരിക്കുന്നു. ഇന്ന് മാനം തുറന്നു കാണിക്കാനായി നാം വസ്ത്രം ധരിക്കുന്നു. അന്ന് കീറിപ്പോയ വസ്ത്രങ്ങൾ നാം തുന്നിച്ചേർത്ത് ഉപയോഗിച്ചിരുന്നു. ഇന്ന് തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ നാം കീറിപ്പറിച്ചുപയോഗിക്കുന്നു. അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്നും തല്ല് കൊള്ളാതിരിക്കാൻ വിദ്യാർത്ഥികൾ പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും തല്ല് കൊള്ളാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നല്ലപോലെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ അമ്മയെ ഉപദ്രവിക്കുന്ന മക്കൾ, അച്ഛനെ കൊന്നുകളയുന്ന മക്കൾ, ഒരുപാട് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അനേകം സംഭവങ്ങൾ തലതിരിഞ്ഞ രീതിയിൽ ഇന്നത്തെ സമൂഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് കാണുമ്പോൾ ലോകാവസാനത്തിൻ്റെ അടയാളം പ്രകൃതിയിൽ മാത്രമല്ല, അത് മനുഷ്യ കുലങ്ങളിലും ഇന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു പുതിയ തലമുറകളിൽ.